ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നമ്മുടെ കർത്താവ് പറയുകയാണ്, താഴ്മയുള്ളവനാണ്, സൗമ്യമുള്ളവനാണ് കർത്താവ്. അതുകൊണ്ട് എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാണ് കർത്താവ് പറയുന്നത്. എങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നാണ് കർത്താവ് പറയുന്നത്. സൗമ്യത, താഴ്മ. നമ്മുടെയൊക്കെ നിർവചനത്തിൽ സൗമ്യത എന്ന് പറയുന്നത്, താഴ്മ എന്ന് പറയുന്നത് ശാന്തമായിട്ടിരിക്കുക, സൗമ്യനായിട്ടിരിക്കുക, കോപമൊന്നുമില്ലാതെ ഇരിക്കുക എന്നൊക്കെയാണ്. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മൾ ശാന്തമായിരിക്കുകയാണ്. ഒരു വഴക്ക് നടക്കുന്നു, അവിടുത്തെ അന്യായവും ന്യായവും തമ്മിൽ കണ്ടെത്തുവാൻ നമുക്ക് അതിനൊന്നും നോക്കാതെ നമ്മൾ മാറിയിരിക്കുന്നു. ആരെങ്കിലും നമ്മുടെ അയൽവക്കത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അല്ലെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതൊന്നും നോക്കാതെ അനീതി നടക്കുന്നു, അതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ആരെന്തു പറഞ്ഞാലും ശരി നമ്മൾക്ക് അതൊന്നും ബാധിക്കുന്നില്ല. നമ്മൾ എല്ലാത്തിനും വിധേയപ്പെട്ട് താഴ്മപ്പെട്ട് എന്തു പറഞ്ഞാലും ശരി അതിനൊക്കെ ഇടവക തലങ്ങളിലായിക്കോട്ടെ, പൊതുയോഗങ്ങളിലായിക്കോട്ടെ, ആരെന്ത് പറഞ്ഞാലും അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല എന്നുള്ളതിൽ നമ്മൾ സൗമ്യരായി ശാന്തമായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ താഴ്മ അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് ഈ വാചകം പറയുന്നത് തൊട്ടു മുമ്പിൽ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ നിർവചനത്തിൽ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമന്നവർക്കും അത്താണിയാവുന്നതിനെയാണ് നമ്മൾ കർത്താവ് പറയുന്നത് സൗമ്യത അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്നത്. സിയോൻ പുത്രി, ഇതാ സിയോൻ പുത്രി, നിന്റെ രാജാവ് കഴുതപ്പുറത്ത് സൗമ്യനായി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് യെരുശലേം ദേവാലയത്തിലേക്ക് കടക്കുകയാണ് കർത്താവ്. ആ സൗമ്യനായി കഴുതപ്പുറത്ത് വന്ന കർത്താവ് പിന്നെ നമ്മൾ കാണുന്നത് ചാട്ടവാറെടുക്കുന്ന കാണുന്നത്. അതായത് ആ ദേവാലയത്തെ കച്ചവട സങ്കേതമാക്കിയപ്പോൾ, കള്ളന്മാരുടെ ഗുഹ ആക്കിയപ്പോൾ അവിടെ ചാട്ടവാറെടുക്കുന്ന ഒരു കർത്താവിനെയാണ് കാണുന്നത്. അതിന് തൊട്ടു മുമ്പ് പറയുന്ന ഇതാണ്, ഞാൻ സൗമ്യനായി കഴുതപ്പുറത്ത് വരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് അങ്ങനെ ശാന്തനായിരിക്കുന്നില്ല, ഈ ലോകത്തിലെ അനീതിക്കെതിരെ ശബ്ദിക്കുന്നതിനൂടെയാണ് താഴ്മ അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത്. നമുക്കറിയാം, മോശ രണ്ടുപേരും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മോശയ്ക്ക് വേണമെങ്കിൽ അത് കാണാതെ അങ്ങ് പോയാൽ മതി. പക്ഷെ അവിടെ ന്യായം അന്യായം നോക്കി ആരാണ് അവിടെ വഴക്കുണ്ടാക്കുന്നതെന്ന് അവരെ മാറ്റി നിർത്താൻ പോകുമ്പോൾ അവരൊരാളെ അറിയാതെ അടിച്ചു കൊല്ലുകയാണ്. അത് കാരണം ഈ മോശയ്ക്ക് ഇപ്പോൾ വിടേണ്ടത്, രാജകൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന മോശയ്ക്ക് ഓടിപ്പോകേണ്ടി വന്നു, അതായത് പലായനം ചെയ്യേണ്ടി വന്നു. അതായത് നമ്മൾ ഈ അനീതിക്കെതിരെ ശബ്ദിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ അശാന്തിക്കെതിരെ, അനീതിക്കെതിരെ, സമൂഹത്തിൻ്റെ ജീർണതയ്ക്കെതിരെ ശബ്ദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ശാന്തത തരത്തില്ല. കർത്താവോടെ അതാണ് പറയുന്നത്. കർത്താവ് 33-ാമത്തെ അതായത് ഈ ലോകത്തിൽ പരസ്യജീവിതം ആരംഭിച്ച് 3 കൊല്ലത്തിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ്. കാരണം ഇതുപോലെ നമ്മൾ കർത്താവിനെ പോലെ നമുക്ക് ജീവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങനെ സാധിച്ചാൽ ആൾക്കാർ നമ്മളെ തീർപ്പ് വരുത്തും. അപ്പം അതുകൊണ്ട് കർത്താവ് പറയുന്നത് സൗമ്യത അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്നത് ഓച്ചാനിച്ച് ഏത് ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് എതിരെ കണ്ണടച്ചുകൊണ്ട് ചുമ്മാ നിൽക്കുന്നതല്ല. എന്നാൽ ദൈവത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, മോശയെ പോലെ, യേശുവിനെ പോലെ ദൈവത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിലെ അനീതിക്കെതിരെ, അശാന്തിക്കെതിരെ, ജീർണതയ്ക്കെതിരെ ശബ്ദിക്കുവാനും, ഈ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നതിനും ചേർത്ത് നിർത്തി അവർക്ക് അധ്വാനിയാവുമ്പോൾ അവർക്കൊരു സഹായമായി തീരുന്നതിനെയാണ് സൗമ്യത അല്ലെങ്കിൽ താഴ്മ എന്ന് പറയുന്നത്. നമുക്കതിനാവുന്നുണ്ടോ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുവിനെ പോലെ ചാട്ടവാറെടുക്കുവാനോ ഹോരപിതാവിനെ കുറുക്കുക എന്നാണ് യേശു വിളിക്കുന്നത്. അതൊന്നും നമുക്ക് ഈ ഭരണാധികാരികളെ അങ്ങനൊന്നും വിളിക്കുവാനൊന്നും പറ്റത്തില്ല. എങ്കിലും നമുക്ക് ആവുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കാണുമ്പോൾ അത് കുറഞ്ഞ പക്ഷം അനീതിക്കരുന്ന് പ്രതികരിക്കുവാൻ തക്കവണ്ണം ആൾക്കാരൊക്കെ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടെന്ന് ആ ബോധ്യത്തോടെ ആ ആൾക്കാർക്കൊന്ന് ബോധ്യം വരുത്തുവാൻ തക്കവണ്ണം നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് സഹായം അർഹിക്കുന്നവരെ സഹായിക്കുവാൻ, അവർക്ക് എത്താണിയാവുവാൻ,
അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ സൗമ്യതയും താഴ്മയും ഉള്ളവരാകുന്നത്. അങ്ങനെ കർത്താവ് പറയുന്ന ആ നിർവചനത്തിലേക്കുള്ള ആ താഴ്മയോടെ സൗമ്യതയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.